കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവിധം അനീതിയുള്ളവനല്ല. ഈ വാക്യങ്ങൾക്കാട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടോ എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ഇല്ലെങ്കിൽ അതങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുമോ എന്ന് ചിന്തിക്കുകയും അതിനെ പ്രതി ഭാരപ്പെടുകയും ചെയ്യുന്ന അനേകർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ആരംഭ സമയം തന്നെ, ഈ സന്ദേശത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു പ്രതിഫലം ഉണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് സദൃശവാക്യം പറയുന്നത്, എല്ലാ പ്രവൃത്തിക്കും ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അടുത്ത് പറയും, നിന്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുമെന്ന് തിരുവചനം പറയും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഫലമുണ്ടാകും. അതാണ് ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നത്, അല്ലേ? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളവൻ അല്ല. ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തെ പ്രതി മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം, ഇല്ലെങ്കിൽ ശുശ്രൂഷകൾ, അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. നമുക്കറിയാം, മക്കളില്ലാതിരുന്ന സമയത്ത് അബ്രഹാമിന്റെ വീട്ടിൽ ഇറങ്ങി വന്ന 3 ദൂതന്മാർ, സ്തോത്രം, അബ്രഹാമിന്റെ വീട്ടിൽ ഇറങ്ങി വന്ന അവർ 3 പേർക്കും ഓരോ ഇടങ്ങഴി വെച്ച് മാവെടുത്ത് അപ്പമുണ്ടാക്കി, സ്തോത്രം, തടിപ്പിച്ച കാളക്കുട്ടിയെ പിടിച്ച് അറുത്തി ഇറച്ചി ഉണ്ടാക്കി ആഹാരം കൊടുത്ത് അബ്രഹാമിന് നമുക്കറിയാം, അല്ലെ? അന്ന് ദൂതന്മാരെ ശുശ്രൂഷിച്ച, അല്ലെങ്കിൽ ദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാമിന്റെ തലമുറയെ മരുഭൂമിയുടെ മണ്ണിൽ കൈവിട്ടില്ല ദൈവം. കാര്യം, അവരുടെ പിതാവായ അബ്രഹാം ദൈവത്തോട് കാണിച്ച സ്നേഹം, ദൈവത്തിന്റെ ദൂതന്മാർ അവരുടെ അടുക്കൽ വളർന്നു വന്നപ്പോൾ അവരെ വെറുതെ വിടാതെ അവരെ ശുശ്രൂഷിച്ചതിനെ പ്രതി അവന്റെ തലമുറയ്ക്ക് ദൈവം ഒരു അനുഗ്രഹം കരുതി വെപ്പാൻ തക്കവണ്ണമിട. അതേപോലെ അളന്ന് ദൈവം കൊടുത്തു, അല്ലെ? ഓരോ ഇടങ്ങഴി വെച്ച് മാവ് ദൂതന് വേണ്ടി അബ്രഹാം വേർതിരിക്കപ്പെടുമ്പോൾ അതേപോലെ തന്നെയാണ് മരുഭൂമിയുടെ മണ്ണിൽ ഓരോ ഇടങ്ങഴി മന്നയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് കൈമാറി. എന്നാൽ ഇറച്ചി ഇഷ്ടം പോലെ കൊടുത്തു. അവർ തിന്ന് അവരുടെ മൂക്കിൽ കൂടെ വരത്തക്ക രീതിയിൽ കൊടുത്തുവെന്ന് തിരുവചനം രേഖപ്പെടുത്തി. എന്താ കാര്യം? ദൈവത്തിന്റെ നാമത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവരുടെ വീട്ടിൽ വന്നപ്പോൾ അബ്രഹാം ആളറിയാതെ അവരെ ശുശ്രൂഷിച്ചപ്പോൾ അത് അവരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് നമ്മുടെ വീട്ടിൽ, സ്തോത്രം, നമ്മൾ പലരെയും ദൈവത്തിന്റെ നാമത്തെ പ്രതി ശുശ്രൂഷിക്കാറുണ്ട്, അല്ലെ? ഇന്നാണ് അത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലത്തിലേക്കാണ് ഇന്ന് വന്നു നിൽക്കുന്നത്. ഒരു കാലത്തിൽ ചില വർഷങ്ങൾക്ക് 15-20 വർഷത്തിന് പിറകിൽ നമ്മുടെയൊക്കെ വിശ്വാസികളുടെ വീട്ടിൽ ഒരു ദൈവദാസൻ വന്നു കഴിഞ്ഞാൽ ആ ദൈവദാസനെ വെറുതെ വിടത്തില്ലായിരുന്നു, അല്ലെ? അല്ലെ, സ്തോത്രം. നമുക്കറിയാം, പണ്ട് പഴയ നിയമ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രാജാവിനെ കാണാൻ വരുമ്പോൾ പൊന്നു കൊണ്ടുവരണമെന്നാണ്. അതുപോലെ സ്തോത്രമല്ലേ, പ്രവാചകനെ കാണാൻ വരുമ്പോൾ മൂര് കൊണ്ടുവരണമെന്നാണ്. പുരോഹിതനെ കാണാൻ വരുമ്പോൾ കുന്തിരിക്കം കൊണ്ടുവരണമെന്നാണ്. അതുകൊണ്ടാണ് അത് സ്തോത്രം, യേശുവിനെ കാണാൻ വന്ന വിദ്വാൻമാർ പൊന്ന്, മൂര്, കുന്തിരിക്കം അവന്റെ മുമ്പിൽ കാഴ്ചവെപ്പാൻ തക്കവണ്ണം ഇടവെന്ന്. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ദാസന്മാരെ കാണാൻ വരുന്നത് വെറുതെ വരാൻ പാടില്ല, വെറും കൈയോടെ ദൈവസന്നിധിയിൽ വരരുത് എന്നുള്ള പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കുന്ന ദൈവജനത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ നാമത്തെ പ്രതി നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുവെങ്കിൽ അതിന് നിശ്ചയമായൊരു പ്രതിഫലം ഉണ്ട്. അതിന് നിശ്ചയമായിട്ട് റിസൾട്ട് ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, സ്തോത്രം, എന്റെ നാമത്തിൽ ഒരാൾ നിന്റെ അടുക്കൽ വന്നാൽ അവന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം നൽകാതെ പോകുന്ന ദൈവമല്ല. അങ്ങനെയെങ്കിൽ ദൈവനാമത്തെ പ്രതി ദൈവത്തിന്റെ ദാസന്മാരെ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ഇത് മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. നിന്റെ
നിന്റെ കാലത്തോ നടന്നില്ലെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വയ്ക്കും. അതുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. സ്വർഗം നിങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടവരെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി സന്ദേശം മാറുവാൻ സ്വർഗമിടവരുത്തിയാണ്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.